മെഗാ കേരള രാഷ്ട്രീയത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് KPCC അധ്യക്ഷൻ ആരാണ്, അല്ലെങ്കിൽ ഈ KPCC അധ്യക്ഷ പദവിയിലേക്ക് ഷാഫി പറമ്പിൽ വരുമോ? KPCC അധ്യക്ഷൻ ആര്, മുഖ്യമന്ത്രി ആര് എന്ന വലിയ ചോദ്യത്തിന് ശേഷം എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആരാണ് KPCC അധ്യക്ഷൻ. അന്ന് പറഞ്ഞതുപോലെ യോഗ്യരായ കുറേയധികം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ജനാധിപത്യം പാലിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ, ഇവിടെ ഏകാധിപത്യമോ ഫോക്കസ് ഗ്രൂപ്പുകളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കേൾക്കുന്ന പല പേരുകളിൽ ആര് വേണമെങ്കിലും ആവാം എന്നുള്ളതാണ് സത്യം. ഇത് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയയുടെ ബേസിസിലായിരിക്കും ഇതിനെ ഫിൽട്ടർ ചെയ്യുക എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇതിൽ കേട്ട് വരുന്ന പേരുകൾ, അതായത് നമ്മുടെ മാവേലിക്കര MP ആയിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ആകാമെന്ന് പറയുന്നു, മാത്യു കുഴൽനാടൻ ആകാമെന്ന് പറയുന്നു, ജോസഫ് വാഴക്കനാകാം എന്ന് പറയുന്നു. ഈ 3 പേരുകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ വലിയ പ്രബലമായി കേട്ടിരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനാകണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല പേരുകളും വരുന്നുണ്ട്. ബെന്നി ബെഹനാൻ ആകണം എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ പല പല ആവശ്യങ്ങളുണ്ട്. ഇതിൽ ആരെ എടുത്തു നോക്കിയാലും എല്ലാവർക്കും അതിനുള്ള എബിലിറ്റി ഇല്ലേ, അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. സംഘാടക മികവ് കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം കൊണ്ടും ഏറെ മുന്നിൽ നിൽക്കുന്ന നേതാക്കളാണ് ഈ എടുത്തു പറഞ്ഞിരിക്കുന്ന പേരുകൾ. അതെ, ഇപ്പൊ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞാലും ഓരോരുത്തർക്കും അവരുടേതായ പോസിറ്റീവ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ കാര്യം പറയുകയാണെങ്കിൽ 38 വർഷമായിട്ട് ഒരു MP ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ്, പ്ലസ് പോയിന്റും. അതുപോലെ അദ്ദേഹത്തിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും നാള് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തെ പ്രതിനിധീകരിച്ച് MP ആയി പോവുക എന്ന് പറയുമ്പോൾ അത്രയേറെ ഗുണങ്ങൾ ആ നാട്ടിലെ വ്യക്തികൾക്ക്, ആ മനുഷ്യർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഇമ്പാക്ട് ആ നാട് അനുഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള റിഫ്ലക്ഷൻ ആണ്. അങ്ങനെ തന്നെ നമ്മൾ അതിനെ പറയേണ്ടി വരും. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP ഇപ്പൊ പല ഗ്രൂപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ആളാണ്. ഇപ്പൊ ഈ പറയുന്ന KC വേണുഗോപാൽ ഗ്രൂപ്പ്, VD സതീശൻ ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടെന്നല്ല, ഈ പറഞ്ഞ ടീമുകൾക്കെല്ലാം ഒപ്പം ഒരുപോലെ പോകാൻ കഴിയുന്ന, ഇവർക്കെല്ലാം പ്രിയങ്കരനായ ഒരു MP, മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ലൈൻ ഓഫ് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ആകുക എന്ന് പറയുന്നതും മികച്ചൊരു നേതൃത്വമാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെയുള്ളത് മാത്യു കുഴൽനാടനാണ്. അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി, അദ്ദേഹത്തിന്റെ ഒരു ദൃഢനിശ്ചയം എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ മാസപ്പടി കേസിൽ കണ്ടതാണ്. പലരും, മാധ്യമങ്ങൾ മറന്നു, കോൺഗ്രസ്സുകാർ മറന്നു. ചിലപ്പോൾ ഈ കേസ് ആരും മൈൻഡ് ചെയ്യാതെ പോകുമായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇതിനെ വീണ്ടും കുത്തി വീണ്ടും കൊണ്ടുവന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മാത്യു കുഴൽനാടനാണ്. കോൺഗ്രസിലെ ഒരു ഫയർ ബ്രീഡും കൂടിയാണ് അദ്ദേഹം. അതെ, ഒരു ഫൈറ്ററാണ് അദ്ദേഹം അത്രയും കഴിവ് തെളിയിച്ചിട്ടുണ്ട്, മികവ് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കളിയാക്കിയവർക്ക് മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ വരുന്നത് ജോസഫ് വാഴക്കനാണ്. ജോസഫ് വാഴക്കൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കേണ്ടിയിരുന്നതാണ്. പോസ്റ്ററൊക്കെ അച്ചടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകൾ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹത്തിന് അത്രയും ബാക്ക് സപ്പോർട്ട് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഈ പറയുന്നത് പോലെ അന്ന് അവസരം കൊടുത്തില്ല, എന്നാൽ ഇന്ന് അവസരം കൊടുക്കുക എന്നുള്ളൊരു രാഷ്ട്രീയം കോൺഗ്രസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനുള്ള സാധ്യത കുറവാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റിയതിന് ശേഷമാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി വരുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് മാറ്റിയത് കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായില്ലല്ലോ. അത്തരത്തിലൊരു ഡൈനാമിക്സ് കോൺഗ്രസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഡൈനാമിക്സ് ഇവിടെ വർക്കാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം നല്ലൊരു നേതാവായതിന്റെ പേരിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹം അവിടെ പ്രൂവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിനുള്ളിലാണെങ്കിലും സ്വന്തം മണ്ഡലത്തിലാണെങ്കിലും കൃത്യമായി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മികവ് അവിടെ എടുത്തു പറയേണ്ടതാണ്. പിന്നെ അവസാനത്തേക്ക് മാറ്റിവെച്ചതാണ് ഷാഫി പറമ്പിൽ എന്ന പേര്. ഷാഫി പറമ്പിൽ ഉറപ്പായിട്ടും കോൺഗ്രസിന്റെ ദ ബിഗ്ഗസ്റ്റ് സെലിബ്രിറ്റി എന്ന് ഞാൻ പറയും. ഷാഫി പറമ്പിലിന്റെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അണികൾക്കിടയിൽ ഉണ്ടാകുന്ന സ്പിരിറ്റ്, ഒരു ആവേശം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഈ പറഞ്ഞ നേതൃത്വ മികവും ഉണ്ട്. ഇപ്പൊ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിച്ച് നല്ലൊരു ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചെടുത്തതിൽ അദ്ദേഹത്തിന്റെ പങ്കെന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അതിനുശേഷം രമേശ് പിഷാരടിയെ കൊണ്ടുവന്ന് നിർത്തിയപ്പോ അദ്ദേഹത്തിന്റെ മികവും, രമേശ് പിഷാരടിയുടെ മികവും അദ്ദേഹത്തിന്റെ സംസാര രീതികളും എല്ലാം അവിടെ ഒരു ബെനിഫിറ്റ് ആയിരുന്നുവെങ്കിലും, അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലാണെങ്കിൽ പോലും അദ്ദേഹം ഭയങ്കര അടിപൊളി ഒറേറ്റർ ആയിരുന്നു. പേഴ്സണൽ ലൈഫ് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം
അപ്പോൾ അത്രയും നല്ലൊരു ആളെ, അത്രയും നല്ല ഒറേറ്റർ ആയിട്ടുള്ള കഴിവുള്ള ഒരാളെ ബാക്കപ്പ് ചെയ്ത് അതൊരു സെല്ലിംഗ് പോയിന്റ് ആക്കി, അതൊരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആക്കി നിർത്താൻ ഷാഫിക്ക് ആയിട്ടുണ്ട്. അതായത് ഷാഫിക്ക് സ്വന്തമായി നിന്ന് മത്സരിച്ച് ജയിപ്പിക്കാനും ഷാഫി വിചാരിക്കുന്ന ആളെ ജയിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ ആവശ്യം എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇപ്പോ അദ്ദേഹം ക്രൗഡ് പുള്ളറോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ അല്ല എങ്കിൽ പോലും ഈ ഒരു കഴിവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പൊ ഞാനൊരു ആളെ നോമിനേറ്റ് ചെയ്യുന്നു, ഇന്ന ആളെ എനിക്ക് ഇന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തരണം എന്ന് പറയുമ്പോൾ അത് പറയുന്നത് ഷാഫി ആണെങ്കിൽ ഷാഫിയുടെ കയ്യിലേക്ക് ആ സ്ഥാനാർത്ഥിത്വവും ആ സ്ഥാനാർത്ഥിയും കൊടുത്താൽ ജയിപ്പിച്ച് അപ്പുറത്ത് എത്തിക്കും എന്നുള്ളത് കോൺഗ്രസിന് വിശ്വാസമുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ആ പോയിന്റ് വാലിഡ് ആവുന്നത്. പക്ഷെ ഈ പറയുന്നത് പോലെ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യമാണെങ്കിലും അദ്ദേഹം MP ആണ്, മാത്യു കുഴൽനാടൻ MLA ആണ്, അതുപോലെ ഷാഫി പറമ്പിലും MP ആണ്. അപ്പോൾ ഈ പദവികളുള്ള ആളെ വീണ്ടും എങ്ങനെയാണ് ഈ പറഞ്ഞ ഇത്രയും ഗൗരവകരമായ KPCC അധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ടല്ലോ. അതാണ് ഇവിടെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കണ്ട എന്ന് പറഞ്ഞൊരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പദവി കയ്യിലുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കയ്യിലുള്ള ഒരാളെ ഇത്രയും ഭാരിച്ച ഗൗരവകരമായ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷ സ്ഥാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെയാണ് ആലോചനകൾ ആരംഭിക്കുന്നത്. ഇപ്പൊ ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അവിടെ പരിഗണിക്കുകയാണെങ്കിൽ അത് KPCCക്ക് തന്നെ, കോൺഗ്രസിന് തന്നെയാണ് അതൊരു മുതൽക്കൂട്ടാകാൻ പോകുന്നത്, ഒരു പോസിറ്റീവ് സൈൻ ആകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചർച്ച ഇവിടെ ഇങ്ങനെ വലിയ പ്രബലമായി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഇനി പ്രിയങ്ക ഗാന്ധി KPCC അധ്യക്ഷയായി വരുമോ എന്നുള്ള വാർത്തകളും കണ്ടു. അറിയില്ല, കാരണം ഹൈക്കമാൻഡാണ് തീർച്ചയായിട്ടും നിശ്ചയിക്കുന്നത്. ഹൈക്കമാൻഡാണ്, കോക്കസ് ഗ്രൂപ്പ് അല്ല. ഉറപ്പായിട്ടും എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം കേട്ടതിന് ശേഷം അതെല്ലാം അറിഞ്ഞതിന് ശേഷമുള്ളൊരു തീരുമാനമായിരിക്കും എടുക്കുക. എന്ത് തന്നെയായാലും കോൺഗ്രസിന് നല്ലൊരു തീരുമാനം തന്നെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്, ഇതിൽ ആര് തന്നെയായാലും. പക്ഷെ മേഘ, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്നുള്ള ഒരു ചർച്ചയിൽ കോൺഗ്രസ് വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു ചേരിപ്പോരോ അല്ലെങ്കിൽ എതിർവാക്കുകളോ എല്ലാം നമ്മൾ കണ്ട്, അല്ലെങ്കിൽ എതിർ പാർട്ടികളെല്ലാം ഒരുപാട് കളിയാക്കി ചിരിച്ചതാണ്. ഇപ്പോൾ ഈ KPCC അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഇതുപോലൊരു വിള്ളലോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ വന്നാൽ അവർക്ക് വീണ്ടും എടുത്തിട്ട് അലക്കാനുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ആയുധമായിട്ട് മാറും KPCC അധ്യക്ഷൻ ആരാണെന്നുള്ള ആ ഒരു നോമിനേഷൻ അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ആ ഒരു ചോദ്യം. അപ്പോൾ വീണ്ടും ഈ ഒരു എതിർചേരിയിലുള്ളവർ ചോദിക്കും, ആരാണ് നിങ്ങളുടെ KPCC അധ്യക്ഷൻ? ഒരു തീരുമാനിക്കാൻ പോലും നിങ്ങൾക്ക് ആൾക്കാരില്ലേ? അല്ലെങ്കിൽ ഇന്ന പദവിയിലുള്ള ഒരാളെ, അല്ലെങ്കിൽ ഇപ്പോൾ MP ആയിരിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ MLA ആയിരിക്കുന്ന ഒരാളല്ലാതെ മറ്റൊരാളില്ലേ നിങ്ങളുടെ അധ്യക്ഷ പദവിയിലേക്ക് ഇരുത്താൻ എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങൾ മുന്നിലേക്ക് ഉന്നയിച്ചാൽ ഇതിന് കോൺഗ്രസ് എന്തായിരിക്കും ഒരു ഉത്തരം പറയാൻ പോവുക? ഇത് ആരായിരിക്കും ചോദിക്കാൻ പോകുന്നത്? ഒന്നുകിൽ CPM-കാരോ അല്ലെങ്കിൽ CPI-കാരോ. അവർ ഇതുവരെ 3-4 മാസങ്ങളായിട്ട് ഉത്തരം കണ്ടെത്താത്തൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആരാണ് ഉപപ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യം. അപ്പോൾ അതിനുത്തരം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിക്ക് ഒരു സാമാന്യ ബോധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ആ ചോദ്യം ഉന്നയിക്കില്ല. കാരണം ഒരു മറുചോദ്യം ഉണ്ടാകും എന്നുള്ളൊരു സാമാന്യ ബോധം ഉണ്ടാകും. പക്ഷെ അതിൽ ഏകദേശം ഒരു തീരുമാനമായി. പിണറായി വിജയൻ കോലൊടിച്ചിട്ടു, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് തരില്ല, മിണ്ടാതെ അവിടെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പിണറായി വിജയൻ ലാസ്റ്റ് കട്ടള അവിടെ വെച്ചു. എന്തായാലും 3-4 മാസമായി ഇതിങ്ങനെ അനിശ്ചിതത്വത്തിലല്ലേ, പ്രഖ്യാപനമായിട്ടില്ല. ഘടകകക്ഷികളോട് പോലും കൃത്യമായി ആലോചിക്കാതെ ഒരു ഏകകണ്ഠമായ ഒരു തീരുമാനം എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ BJP ഒരു അവകാശവാദം ഉന്നയിച്ചു വരണം. BJPക്കും ഈ പറയുന്ന പോലെ നിയമസഭയിൽ ആകെ 3 പേരുണ്ട്. ഈ 3 പേരും 3 വരിയിൽ പിണങ്ങി മാറിയിരിക്കുന്ന അവർ എന്ത് പേര് പറഞ്ഞിട്ടാണ് കോൺഗ്രസിനെ വിമർശിക്കാൻ വരിക എന്നുള്ള ചോദ്യമാണ് ബാക്കി വരിക. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തിന്റെ പേരിൽ വലിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ, എനിക്കത് വേണം, അവന് കൊടുക്കരുത്, എനിക്കിത് വേണം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരോഗ്യപരമായ ചർച്ചകളാണ് നടക്കുന്നത്. ഹൈക്കമാൻഡിന്റെ മുന്നിലും ഈ പറഞ്ഞ പോസിറ്റീവ്സും നെഗറ്റീവ്സും നേരത്തെയുള്ള കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് പുറത്തു വരുന്നതോടുകൂടി എന്തായാലും ഇതിനൊരു തീരുമാനമുണ്ടാകും, എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, ഇപ്പോൾ ജോസഫ് വാഴക്കനായിക്കോട്ടെ, മാത്യു കുഴൽനാടനായിക്കോട്ടെ, നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് MP ആയിക്കോട്ടെ, ഷാഫി പറമ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ പോലും ഇതിലെല്ലാം വിമർശനങ്ങളും ഉണ്ടാകാം, ഇതിനെല്ലാം പോസിറ്റീവ്സ് ഉണ്ടാകാം എന്നല്ല, ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ
കഴിവ് തെളിയിച്ചിട്ടുള്ള, മികവ് തെളിയിച്ചിട്ടുള്ള, പ്രൂവ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഈ പറഞ്ഞതെല്ലാം. ഇതിൽ ആര് തന്നെയായാലും ഇപ്പൊ സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായപ്പോൾ എന്തൊക്കെ വിമർശനങ്ങളായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ വൈകാരികമായിരുന്നു. കെ സുധാകരനെ മാറ്റുന്നു. കെ സുധാകരനോട് കോൺഗ്രസ്സുകാർക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഒരു ഞങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന വികാരം ചെറുതൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിയപ്പോൾ ഉണ്ടായ ഒരു ഗ്രഡ്ജ് സ്വാഭാവികമായിട്ടും സണ്ണി ജോസഫിന്റെ അടുക്ക് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്ന പരിപാടികളിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലും പ്രതിഷേധിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പ്രൂവ് ചെയ്തില്ലേ? അദ്ദേഹത്തിന് കൊടുത്ത പോയിന്റ് കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 100% ഈ ഒരു ആത്മാർത്ഥത പാലിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്ന്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ ആര് തന്നെ ആയാലും KPCC അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ പോകുന്നത് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള, ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്.